ഹലോ ഗെയ്സ്, 40 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഒരു സീസ് ഫയർ നിലവിൽ വരുമ്പോൾ ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞത് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ടു എന്നാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ മിലിറ്ററി ഒബ്ജക്റ്റീവുകളും നേടിക്കഴിഞ്ഞു എന്നാണ്. ചുരുക്കത്തിൽ ഇരുവശവും യുദ്ധവിജയം അവകാശപ്പെട്ടിരിക്കുകയാണ്. ആര് പറയുന്നതാണ് ശരി? ഇതിലെ യുക്തിയും ഫാക്റ്റുകളും നോക്കി യഥാർത്ഥ യുദ്ധവിജയം നമുക്ക് തന്നെ വിലയിരുത്താവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും അഭിപ്രായങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. എന്തുകൊണ്ട് ഇത് ഇറാന്റെ വിക്ടറിയായി മാറുന്നു എന്ന് പറഞ്ഞാൽ പ്രധാന കാരണം ഹോർമുസ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ഇറാൻ തന്നെയാണ് എന്നതാണ്. ഇറാന്റെ ഭരണം ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നവരുടെ കൈകളിൽ ഭദ്രമാണ് എന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിക്കുന്നേയില്ല. അവസാനിച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അഴിമതി കേസിൽ അകത്താവുമെന്നത് തന്നെ പ്രധാന കാരണം. ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് മുതലേ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തിയത്. അവർ യുണൈറ്റഡ് നാഷണൽ പീസ് കീപ്പേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങി യുദ്ധരംഗത്തെ നിരവധി സന്നദ്ധ പ്രവർത്തകരെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ച് വധിച്ചതിലൂടെ വലിയ യുദ്ധക്കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക ഫെബ്രുവരി 28-ന് ഇറാനിൽ വ്യാപകമായി ബോംബാക്രമണം നടത്തി ന്യൂക്ലിയർ സൈറ്റുകൾ, സ്കൂൾ, ഹോസ്പിറ്റൽ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തകർത്തത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ വരെ അപ്രീതിക്ക് പാത്രമായി. എന്നാൽ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ഒരു പക്ഷേ അമേരിക്ക ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തി എന്നതാണ് സത്യം. അമേരിക്കൻ അസറ്റുകൾക്ക് കനത്ത നാശനഷ്ടങ്ങളാണ് നേരിട്ടത്. വിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും, ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്സ്, ഡിഫൻസ്, റഡാർ സിസ്റ്റങ്ങൾ തുടങ്ങി എല്ലാം ഇറാൻ തകർത്തു. ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾ ഒട്ടും ചെറുതായി കാണുന്നില്ല. എന്നാൽ അത് അവരുടെ ചെറുത്തുനിൽപ്പാണ് എന്ന് നമ്മൾ ഓർക്കണം. ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ അമേരിക്ക തന്നെ നിർബന്ധിതരായി. ഇറാന്റെ 10 കണ്ടീഷനുകൾ പരിഗണിക്കാമെന്ന വ്യവസ്ഥയിലാണ് താൽക്കാലികമായി യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത്. എന്തൊക്കെയാണ് ഇറാന്റെ ആ 10 കണ്ടീഷനുകൾ? പരിശോധിക്കാം. 1. ഇറാനെ അമേരിക്ക ഇനി ആക്രമിക്കില്ല എന്ന് വ്യക്തമായ ഉറപ്പ് നൽകണം. 2. ഹോർമുസിന്റെ പരമാധികാരം ഇറാന് തന്നെയാണ് എന്നതാണ്. 3. സമാധാന ആവശ്യങ്ങൾക്കുള്ള ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തുടരും. 4. ഇറാന്റെ സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിർത്തണം. 5. ഇറാനെതിരെയുള്ള എല്ലാ അമേരിക്കൻ ഉപരോധങ്ങളും അവസാനിപ്പിക്കണം. 6. UN-ന്റെ ഇറാനെതിരെയുള്ള എല്ലാ പ്രമേയങ്ങളും റദ്ദാക്കണം. 7. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഇറാനെതിരെയുള്ള എല്ലാ റെസല്യൂഷനുകളും അവസാനിപ്പിക്കണം. 8. ഫ്രീസ് ചെയ്ത എല്ലാ ഇറാൻ അസറ്റുകളും റിലീസ് ചെയ്യണം. 9. ഈ യുദ്ധത്തിൽ ഇറാനുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം വേണം. 10. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങളിലെ സേനകളെ അമേരിക്ക പൂർണ്ണമായി പിൻവലിക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ ആവശ്യം ഇറാനിലെ ഭരണമാറ്റം കൊണ്ടുവരിക, ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ നശിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു. പക്ഷെ അവയെല്ലാം അൺറീസണബിൾ എന്ന് പറഞ്ഞ് ഇറാൻ നേരത്തെ തന്നെ തള്ളിയപ്പോൾ ഇറാന്റെ 10 ആവശ്യങ്ങളും പരിഗണിക്കാമെന്ന വ്യവസ്ഥയിലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് എന്നത് ഓർക്കണം. മാത്രമല്ല, ഏപ്രിൽ 10-ന് ഇസ്ലാമാബാദിൽ വെച്ച് ഈ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യാമെന്ന് ഇരുപക്ഷവും തീരുമാനിക്കുകയും ചെയ്തു. ഇതോടൊപ്പം ഇറാൻ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം കൂടി കേൾക്കണം. നിങ്ങൾ കരാർ ലംഘിക്കില്ല എന്ന് ഉറപ്പ് ഞങ്ങൾക്കില്ലാത്തതിനാൽ ഞങ്ങളുടെ വിരലുകൾ ഇപ്പോഴും കാഞ്ചിയിൽ തന്നെയാണ് എന്നാണ്. ഇതൊരു കീഴടങ്ങിയ രാജ്യത്തിന്റെ ഭാഷയല്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. യുദ്ധം ആരംഭിച്ച ശേഷം ട്രംപിന്റെ പ്രധാന ആവശ്യങ്ങളിൽ എല്ലാം മാറ്റം വന്നു. പിന്നീടത് ഹോർമുസ് തുറക്കുക എന്നതായി മാറി. അതിനാണ് ഇറാനിയൻ പാലങ്ങളും എണ്ണ കേന്ദ്രങ്ങളും പവർ പ്ലാന്റുകളും അവർ ആക്രമിച്ചത്. അത് തുറന്നില്ലെങ്കിൽ ഇറാൻ ജനതയെ മുഴുവൻ തുടച്ചു നീക്കുമെന്നുള്ള ഭീഷണിയും പിന്നീട് ഉണ്ടായി. ഇവിടെ ഒരു പ്രധാന ചോദ്യം പ്രസക്തമാവുന്നത് അതുകൊണ്ടാണ്. ആരാണ് ഹോർമുസ് അടച്ചത്? എങ്ങനെയാണ് അത് അടയ്ക്കപ്പെട്ടത്? ഫെബ്രുവരി 28-ന് മുമ്പ് വരെ അത് തുറന്നു കിടക്കുകയായിരുന്നു. 135 കപ്പലുകൾ ദിവസം തോറും അതിലെ കടന്നുപോയിരുന്നു. ലോകത്തുള്ള 20% എണ്ണയും പ്രകൃതിവാതകങ്ങളും ഫ്രീ ആയി സ്വതന്ത്രമായി അതിലൂടെ കൊണ്ടുപോയിരുന്നു. എന്നാൽ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും കൂടി യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇറാനെ ആക്രമിക്കുന്നു. അവരുടെ സുപ്രീം ലീഡറെയും മറ്റു നേതാക്കളെയും വധിക്കുന്നു. സ്കൂളിൽ ബോംബിട്ട് 160ഓളം കുട്ടികളെ അതിക്രൂരമായി കൊന്നുകളയുന്നു. ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾക്ക് നേരെയും ബോംബാക്രമണങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത ദിവസം തന്നെ തുറന്നു കിടക്കുകയായിരുന്ന ആ ഹോർമുസ് കപ്പൽ പാത ഇറാൻ അടയ്ക്കുന്നു.
ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്നിട്ട് 40 ദിവസത്തോളമായി ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോർമുസ് തുറക്കണം തുറക്കണം എന്ന്. എന്തൊരു വിരോധാഭാസമാണിത്. അമേരിക്കയാണ് അക്രമത്തിലൂടെ അത് അടപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ തുറക്കാൻ മുറവിളി കൂട്ടുന്നതും അമേരിക്ക തന്നെ. ഇതൊരു പ്രഹസനമായി ലോകത്തിന് ബോധ്യപ്പെട്ടു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയെ സഹായിക്കാനായി രംഗത്ത് വരാതിരുന്നതും. ഇറാന്റെ നീക്കം വളരെ ബുദ്ധിപരമായിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുടെയും കപ്പലുകൾ മാത്രമാണ് അവർ തടഞ്ഞതും നശിപ്പിച്ചതും. എന്നിട്ട് ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഇതുവരെ നിങ്ങൾ, അതുകൊണ്ട് ഇതിന്റെ ദുരിതം ഞങ്ങളോടൊപ്പം നിങ്ങളും അനുഭവിക്കണം. ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കും ഇസ്രായേലിലേക്കും അഴിച്ചുവിട്ടു. ഇറാഖ് ഓയിൽ പ്രൊഡക്ഷൻ 70% കുറച്ചു. ഖത്തർ എനർജി ഫോഴ്സ് മെജർ നടപ്പാക്കി യൂറോപ്പിലേക്കുള്ള ഗ്യാസ് ഓർഡറുകളെല്ലാം ക്യാൻസൽ ചെയ്തു. കുവൈത്ത് പെട്രോളിയം പ്രൊഡക്ഷൻ കട്ട് ഓഫ് ചെയ്തു. ഇതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഓയിൽ പ്രൈസ് $126 മുകളിലെത്തി. 1970-ലെ ഓയിൽ ക്രൈസിസിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ലോകത്ത് സംഭവിച്ചത്. ഞങ്ങളെ മിഡിൽ ഈസ്റ്റിലെ ഓയിൽ ക്രൈസിസ് ബാധിക്കില്ല എന്ന് വീമ്പിളക്കിയ ട്രംപിന്റെ അമേരിക്കയിൽ പോലും ഗ്യാസ് പ്രൈസ് 30%-ലധികം വർദ്ധിച്ചു. അവർ ദുരിതത്തിലായി. പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അമേരിക്ക ഈ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് ഒമാന്റെ മധ്യസ്ഥതയിൽ തുടങ്ങിവെച്ച ചർച്ചയിൽ ഇറാൻ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഞങ്ങളുടെ പ്ലാന്റുകൾ പരിശോധിക്കുവാൻ സൗകര്യമൊരുക്കാമെന്നും എല്ലാം സുതാര്യമായി കൈകാര്യം ചെയ്യാമെന്നും സമ്മതിച്ചതാണ് എന്നോർക്കണം. തുടർ ചർച്ചകൾക്കായി മാർച്ച് 2 വീണ്ടും കൂടാമെന്ന് പറഞ്ഞ് പിരിഞ്ഞതുമാണ്. തൊട്ടടുത്ത ദിവസം യാതൊരു പ്രകോപനമില്ലാതെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. സമാധാനപരമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ട്രംപും നെതന്യാഹുവും ആഗ്രഹിക്കുന്നില്ല എന്നത് ഇതിലൂടെ വ്യക്തമാണ്. ഈ അനാവശ്യ യുദ്ധത്തിന്റെ പ്രധാന ബുദ്ധികേന്ദ്രം നെതന്യാഹു ആണെന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇന്ന് ലോക മാധ്യമങ്ങൾ ഇക്കാര്യമാണ് ചർച്ച ചെയ്യുന്നതും. അഴിമതി കേസിൽ ട്രയൽ നേരിടുന്ന നെതന്യാഹു തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. കോർട്ട് ട്രയലിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ നടന്നില്ല. പിന്നീട് നെതന്യാഹുവിന്റെ കുറ്റങ്ങൾ മാപ്പാക്കണമെന്ന ട്രംപിന്റെ അപേക്ഷയും നിരസിക്കപ്പെട്ടു. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ട്രംപ് നേരത്തെ തന്നെ പ്രതിസന്ധിയിലാണ് എന്നോർക്കണം. 10 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടാവുന്ന ആ അഴിമതി കേസുകളുടെ വിചാരണ നിർത്തിവെക്കാൻ യുദ്ധമെന്ന ഒരൊറ്റ മാർഗമേ അവർക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കിയത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ച് അറസ്റ്റ് വാറന്റ് നേരിടുന്നതിനാൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും നെതന്യാഹുവിന് യാത്ര ചെയ്യാനാവില്ല. മാത്രമല്ല, അടുത്ത ഒക്ടോബറിലാണ് ഇസ്രായേലിലെ ഇലക്ഷൻ. അധികാരം നഷ്ടപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. യുദ്ധം തുടരുക എന്നതാണ് അയാൾക്ക് മുന്നിലെ ഒരേ ഒരു വഴി. നെതന്യാഹുവിനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ട്രംപ് അമേരിക്കയെ ബലിയാടാക്കി. എയർക്രാഫ്റ്റ്, പണം, മിലിറ്ററി അസറ്റുകൾ എല്ലാം നൽകി സഹായിച്ചു. അതിലൂടെ അമേരിക്കക്ക് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്ന F-35 വിമാനം ഉൾപ്പെടെ 4 F-15 സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങൾ, ഒരു A-10 വാർത്തോഗ് വിമാനം, ഒരു E-3 സെൻട്രി സർവൈലൻസ് വിമാനം, 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ, 17 റീപ്പർ ഡ്രോണുകൾ, നിരവധി സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ, 13 മിലിറ്ററി ബേസുകൾ, വിമാനവാഹിനി കപ്പലുകൾ, 5 അഡ്വാൻസ്ഡ് റഡാർ ഇൻസ്റ്റലേഷൻ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത ബില്യൺ കണക്കിന് ഡോളറുകളുടെ അസറ്റുകളാണ് അമേരിക്കക്ക് നഷ്ടമായത്. ഇതിനു പുറമെ ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ എയർ സ്പേസുകൾ പോലും നൽകാതെ അമേരിക്കയോട് നീരസം കാണിച്ചു. നാറ്റോ ഐക്യത്തിൽ വിള്ളലുകൾ ഉണ്ടായി. ഡോളറിന്റെ മൂല്യം കുറയാനിടയായി. സ്റ്റോക്ക് മാർക്കറ്റുകൾ തകർന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കയുടെ ആവശ്യം ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു. അത് സാധിച്ചില്ല. 40 ദിവസത്തെ തുടർച്ചയായ യുദ്ധത്തിന് ശേഷവും ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി അമേരിക്കക്ക് ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാനും അമേരിക്കക്ക് കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ പറയൂ, ആരാണ് ഈ യുദ്ധത്തിലെ യഥാർത്ഥ വിജയി? ഇനി ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാന്റെ എന്തെല്ലാം ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ യുദ്ധം തുടരുമോ? ഇറാന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെടുമോ? അമേരിക്ക പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഇസ്രായേൽ ലെബനാനെ ആക്രമിച്ച് 300ഓളം മനുഷ്യരെ ബോംബിട്ട് കൊന്നു എന്നത് ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയെ പ്രത്യേകം എടുത്തുകാട്ടുന്നു. ഒന്ന് മാത്രം പറയാം,
ഈ വിഷയം നയതന്ത്ര തലത്തിൽ പരിഹരിക്കപ്പെടാൻ നെതന്യാഹു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അയാൾ സ്വന്തം രാജ്യത്ത് ഇന്ന് നേരിടുന്നത് അത്ര വലിയ ഒരു ക്രൈസിസ് തന്നെയാണ്. മുൻ അമേരിക്കൻ CIA അനലിസ്റ്റ് ലാറി ജോൺസൺ ഈ യുദ്ധത്തെ വിലയിരുത്തിയത് ഇത് അമേരിക്ക ഇസ്രായേലിന് വേണ്ടി നടത്തിയ ഒരു ഇല്ലീഗൽ വാർ ആയിരുന്നു എന്നതാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഇറാൻ ഒരിക്കലും അയൽ രാജ്യങ്ങളെ ആക്രമിച്ചിട്ടില്ല. ഇറാന്റെ പ്രോക്സിയായ ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേലികളുടെ ഫലസ്തീൻ മണ്ണിലെ ഇല്ലീഗൽ ഒക്യുപ്പേഷനെതിരെയാണ്. അമേരിക്ക ഈ യുദ്ധത്തിൽ ശരിക്കും തോറ്റിരിക്കുകയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അമേരിക്കൻ ജനതയാണ് ഈ യുദ്ധത്തിന്റെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത്. ഇറാന്റെ ഭരണത്തിൽ ജനപിന്തുണയില്ല എന്നത് തെറ്റായ അമേരിക്കയുടെ കണ്ടെത്തലായിരുന്നു. പെന്റഗൺ അമേരിക്കക്കുണ്ടായ കനത്ത നഷ്ടങ്ങൾ മൂടിവെച്ച് കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. അമേരിക്കയുടെ ലോകത്തുണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഈ യുദ്ധം തകർത്തു. അമേരിക്കയുടെ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ പോലും തകർക്കപ്പെട്ടു. അമേരിക്കക്കും ഇസ്രായേലിനും ഇറാന്റെ മിസൈലുകളെ പൂർണ്ണമായും തടയാനാവില്ല. അവർക്ക് ഹോർമുസ് പരിപൂർണമായി തുറക്കാനും സാധിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിച്ചത് പാകിസ്ഥാനാണല്ലോ എന്ന അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ ചെറുതായി കാണരുതെന്നും അത് പതിറ്റാണ്ടുകളായി തുടരുന്ന ബന്ധമാണെന്നും ഇന്ത്യ റഷ്യയുടെ സൈനിക സഹായം സ്വീകരിച്ച കാലത്തും അമേരിക്ക പാകിസ്ഥാന്റെ കൂടെ തന്നെ ആയിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ യുദ്ധം കൊണ്ടുണ്ടായ ഒരു നേട്ടം അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോകത്ത് തുറന്നു കാണിക്കപ്പെട്ടു എന്നതും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് നിലനിന്ന അമേരിക്കയുടെ അപ്രമാദിത്വത്തെ റഷ്യ, ചൈന, ഇറാൻ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിന് അട്ടിമറിക്കാനായി എന്നതുമാണ്. ഇത് അമേരിക്കക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ്. അബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകൾ പോലും മാറിയ ടെക്നോളജികൾക്ക് മുന്നിൽ വെറും ഉമ്മാക്കികളാണ് എന്ന് ലോകത്തിന് ബോധ്യമായി. അമേരിക്ക ഏറെ കൊട്ടിഘോഷിച്ച സ്റ്റെൽത്ത് ടെക്നോളജി ദയനീയമായി പരാജയപ്പെടുന്നതും ലോകം കണ്ടു. ഇത് വലിയ തോതിൽ മങ്ങലേൽപ്പിച്ചത് ഭാവിയിലെ അമേരിക്കയുടെ ആയുധ വിപണന സാധ്യതകളെയാണ്. ഏതായാലും ഒരു സ്വേച്ഛാധിപതി നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ പാഴ്ശ്രമമാണ് ലോകം ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് കാരണമെന്ന് നമ്മൾ പലരും മറന്നുപോയിരിക്കുന്നു. ഏകാധിപതികൾ നശിച്ച് സ്വാതന്ത്ര്യം തിരികെ വരുന്ന ഒരു നല്ല നാളെയുടെ പുലരിക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.